ലത ശ്രുചിക്കുട്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ടൊമാറ്റോ മുറുക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ടൊമാറ്റോ മുറുക്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇത് ഒരു ബൗളിലേക്ക് 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 കപ്പ് കടലപ്പൊടി, പിന്നെ അതിലേക്ക് 1 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ഇട്ടിട്ടുണ്ട്, അല്പം ഉപ്പും, പിന്നെ കായത്തിൻ്റെ പൊടി, ഇതെല്ലാം കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് അതിൽ ഈ കടലപ്പൊടിയിലും അതിലൊക്കെ കട്ട എന്തെന്നുണ്ടെങ്കിൽ അതൊക്കെ വേണ്ടിയിട്ടാണ് ഞാനൊന്ന് കരിച്ചിട്ടെടുക്കുന്നത്. ഇനി നമുക്ക് അതിലേക്ക് ടൊമാറ്റോ, ഒരു 3 ടൊമാറ്റോ, പിന്നെ ഒരു 3-4 അല്ലി വെളുത്തുള്ളി എടുത്തിട്ട് ഞാൻ മിക്സിയിൽ അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കടലപ്പൊടി അരിപ്പൊടി എടുത്തതിലേക്ക് 1 ടീസ്പൂണ് എള്ള്, 1 ടീസ്പൂണ് അയമോദകം ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് ജീരകം ചേർക്കാം, പിന്നെ ഒരു 1-1.5 ടേബിൾ സ്പൂണ് വെണ്ണ ഉരുക്കിയതും കൂടി അത് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് തക്കാളി അരച്ച് വെച്ചിട്ടുള്ളത് ഇതിലേക്ക് ഒന്ന് അരിച്ചിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം. കാരണം തക്കാളി പുള്ളയിൽ തോലോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് അതൊന്ന് അരിച്ചിട്ട് ഈ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആ തക്കാളിയുടെ ജ്യൂസ് എടുത്തിട്ടാണ് നമ്മൾ ഇത് കുഴയ്ക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കുക. അല്പം ഇത് തികഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് 1-2 ടീസ്പൂൺ ആവശ്യത്തിന് ഒത്തിരി വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഇത് കുഴച്ചെടുക്കാം. നമ്മൾ ഇടിയപ്പത്തിനൊക്കെ കുഴക്കുന്നില്ലേ, അതുപോലെ തന്നെ കുഴച്ചെടുക്കാം. ഞാനിവിടെ മുറുക്ക് ഒരു സേവനാഴിയിലാണ്, അതായത് ഇതുപോലത്തെ സ്റ്റാറുള്ള അച്ചാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ഞാൻ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മാവ് അത് ഏകദേശം പകുതിയാക്കിയിട്ട് ആണ് എടുക്കുന്നത്. അപ്പോൾ അതിന് മുമ്പേ നമുക്ക് ഈ സേവനാഴിയിൽ കുറച്ചൊന്ന് ഓയിൽ പുരട്ടി കൊടുക്കാം. ഇനി ഞാൻ ഈ മാവിൻ്റെ ഒരു ഭാഗം, ഏകദേശം ഒരു പകുതി ഭാഗം എടുത്തിട്ട് ഞാൻ ഈ സേവനാഴിയിൽ നിറച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അത് വറുത്തെടുക്കാനായിട്ട് ഞാനൊരു പാന് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഒരു പരന്ന പാത്രം തന്നെയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കത് കൂടുതൽ ഇതിങ്ങനെ മുട്ടാതെ നിൽക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ കുഴിയുള്ള പാത്രമാണെങ്കിൽ കുറച്ചും കൂടി എണ്ണ നല്ലതായിട്ട് നിൽക്കും. നിങ്ങളുടെ സൗകര്യം പോലെ എടുക്കുക. ഞാനിപ്പോൾ ഈ പാത്രത്തിലാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ അതിലേക്ക് സേവനാഴിയിൽ നിന്ന് അത് ഇട്ട് കൊടുക്കാം. ഇനി ഒരു പ്രാവശ്യം കൂടി ഞാൻ ഉണ്ടാക്കുന്നത് ഇതിൽ കാണിക്കാം. ഇതുപോലെ സേവനാഴിയിൽ നിന്ന് ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. അതൊന്ന് അധികം തീ വളരെ ചുരുങ്ങിയ തീയിൽ വെച്ച് കൊടുക്കാം, എന്നാലേ അത് പതുക്കെ നമുക്ക് ആയി കിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ തന്നെ ഇങ്ങനെ വറുത്തെടുത്ത് അത് ഏകദേശം ആവാറായിട്ടുണ്ട്. അപ്പോൾ പിന്നീട് ഇട്ടതും ആയിട്ടുണ്ട്. ഇപ്പം ഇനി ഞാൻ മുഴുവൻ ഉണ്ടാക്കിയിട്ട് കാണിക്കാം. അപ്പോൾ ഇവിടെ എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പം വളരെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ഇതാണ് ടൊമാറ്റോ മുറുക്ക്. അപ്പോൾ നിങ്ങളിത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും.